നമസ്കാരം. താക്കോൽ കീ ടു മൈ ഫെയറി ലാൻഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ആക്ച്വലി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1. സോ ഇത് പാർട്ട് 2 ആണ്. ഡേ 1 ആൻഡ് ഡേ 2 ഇൻ ഹിമാചൽ. സോ എല്ലാവരും കാണാം കേട്ടോ. ഞാൻ പുറത്ത് പോവാണ്. അപ്പം ഇവിടെ ലോക്കൽ ടൂർ ആണ് ഇന്ന് പോകുന്നത്. അപ്പം ദിസ് ഇസ് മൈ കോസ്റ്റ്യൂം, ദിസ് ഇസ് ഹൗ ഐ എം ഗോയിങ് ആൻഡ് ഷൂ ഇടണം. സോ ലെറ്റ്സ് ഗോ. ഓക്കെ, ദിസ് ഇസ് ദി ഗിഫ്റ്റ് ടു ഇറ്റ്. ഓക്കെ, സോ ആക്ച്വലി ഇതിൻ്റെ ഒരു സോളോ ട്രിപ്പാണ്. പക്ഷെ ഞാൻ വരുന്ന വഴിക്ക് ബസ്സിൽ വെച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയുള്ള 3 പേരെ പരിചയപ്പെട്ടു. അപ്പം അവരുമായിട്ട് കോണ്ടാക്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കണക്റ്റ് ആയിട്ടില്ല എങ്കിൽ പോലും നമ്മളിപ്പം ഇൻ കേസ് ഞാൻ ആദ്യമായിട്ടാണ് നോർത്ത് സൈഡിലോട്ട്, എനിക്ക് ചെറുതായിട്ടൊരു ലാംഗ്വേജ് ബാരിയർ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവരുമായിട്ടൊന്ന് കണക്റ്റ് ആവാം, ഇൻ കേസ് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. സോ ആക്ച്വലി അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് സൈറ്റ് സീയിങ്ങിന് ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ വേറെ ഒരു സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട്, നമുക്ക് അവരുമായിട്ട് ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇന്ന് പോകുന്നത് ലോക്കൽ ടൂറാണ്. ഇവിടെ അടുത്തുള്ള ഹഡിംബ ടെമ്പിൾ, പിന്നെ മാൾ റോഡ്, മൊനാസ്ട്രി, ടൗൺ ഹൗസ്, അങ്ങനെ ഇവിടെ അടുത്ത് നമുക്ക് പോകാൻ പറ്റുന്ന, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഏരിയാസിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, നേരത്തെ വീഡിയോയിൽ കാണാൻ പറ്റും, ഞാൻ എൻ്റെ അക്കോമഡേഷനിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ക്യാബ് നിന്നിട്ട് നടന്നാണ് വന്നിട്ടുണ്ടായേ. അപ്പം നൈറ്റ്, ഐ മീൻ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല, ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. സോ ഇതാണ് ഓൾഡ് മണാലിയിലെ ഒരു ചെറിയൊരു, ഞാൻ സ്റ്റേ ചെയ്യുന്ന ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന മതിലെന്ന് പറയുന്ന കരിങ്കല്ലൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു വൂഡ്സും അങ്ങനെയുള്ള മരക്കഷ്ണങ്ങളൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഓൾഡ് മണാലിയിലാണ്. അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് സ്പോട്ട് തീരുമാനിച്ചിരിക്കുന്നത് മാൾ റോഡാണ്. അപ്പം മാൾ റോഡിലോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ റൂമിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട് ഓട്ടോ ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയാണെങ്കിലും ഓട്ടോ സ്റ്റാൻഡോ അങ്ങനെ ഒരു കാര്യവും ഇല്ല. അങ്ങോട്ട് ഇങ്ങനെ ഓൾഡ് മണാലിയിലോട്ട് വന്നിട്ട് തിരിച്ചു പോകുന്ന ഓട്ടോയോ റിക്ഷാസോ അല്ലെങ്കിൽ ക്യാബ്സോ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ആക്ച്വലി റിക്ഷാസൊക്കെ നോക്കിയിട്ട് കുറച്ച് ദൂരം നടന്നു. ഓട്ടോ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടുന്ന് മോൾ റോഡിലോട്ട് 100 rupees വന്നത്. സോ നമുക്ക് എനിക്ക് ആദ്യം പവർ ബാങ്ക് മേടിക്കണം, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ഇനഫ് ചാർജ് ആൻഡ് ഓൾസോ മൈ പവർ ബാങ്ക് ഇറ്റ്സ് ഡെഡ് റൈറ്റ് നൗ. അങ്ങനെ ഞാൻ ഓട്ടോ ഇറങ്ങി മാൾ റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് റഷ് ഉണ്ട്. ഇനിയിപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആവുന്നത് കാരണം അത്യാവശ്യം റഷായി തുടങ്ങുമെന്നാണ് അവിടെ എല്ലാവരും പറഞ്ഞത്. അപ്പം മാൾ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറേ ഇപ്പുറയൊക്കെ ഒത്തിരി ഷോപ്സാണ്. അതുപോലെ തന്നെ നമ്മുടെ നല്ല ഫുഡ് സ്ട്രീറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ കിട്ടും. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും മാൾ റോഡിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അത്യാവശ്യം ബാക്കി എല്ലാ പ്ലേസ്, ഐ മീൻ ഈ ഒരു ഐറ്റംസ് വേറെ ഇപ്പോൾ നമ്മൾ കസോളിലോ വേറെ ഏരിയാസിലൊക്കെ പോകുന്നതിനെക്കാട്ടിയും ചീപ്പായിട്ട് മാൾ റോഡിലാണ് കിട്ടുക. അപ്പം എനിക്ക് ആക്ച്വലി ഗ്ലൗസ് മേടിക്കണമായിരുന്നു. അപ്പം ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഒരു ഗ്ലൗസ് മേടിച്ചു. കാരണം നല്ല തണുപ്പാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബെയറബിൾ തണുപ്പായിരുന്നു. നമുക്ക് നോക്കുമ്പോൾ ഇടയ്ക്ക് ഈ സൂര്യപ്രകാശമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ വെയിലടിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വലിയ ചൂടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ, ഭയങ്കര തണുപ്പാണ്. അപ്പം ഞാൻ ഗ്ലൗസ് ഒക്കെ മേടിച്ച് കയ്യിലിടുമ്പോഴത്തേനും അവർ വിളിച്ചു ക്യാബ് അവിടെ എത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അവരുടെ അടുത്തോട്ട് പോവാണ്. അപ്പം ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ദം നൗ. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഹഡിംബ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാബ് ഡ്രൈവർ ഓൾറെഡി നമ്മളെ അവിടെ ആക്കിയിട്ട് ആള് പാർക്കിങ്ങിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇനി അകത്തോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേനും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുറച്ചൊരു ടീംസ് ഉണ്ടായിരുന്നു. അവർ നമ്മുടെ ഒതൻറ്റിക് മണാലി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചുമ്മാ ഒരു വീഡിയോ അവരുടെ കൂടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ ഹഡിംബ ടെമ്പിളിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളും ആ ഒരു അമ്പലവും നമുക്ക് കാണാം കേട്ടോ. സോ ഇതാണ് ഹഡിംബ ടെമ്പിൾ. പിന്നെ ഞങ്ങൾ അവിടെ എത്തി.
എത്തി. അവിടെ എത്തിയിട്ട് വലിയ ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഉള്ളിൽ തൊഴാനായിട്ട് കയറാനായിട്ട്. അപ്പം ബാക്കി അവരൊന്നും കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അകത്ത് കയറി. അകത്തോട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനുള്ള പെർമിഷൻ ഇല്ല. ഈ നിൽക്കുന്ന ക്യൂവിൻ്റെ ഇടയിൽ ഞാൻ കയറി നിന്നു. ഇതൊക്കെ നമ്മുടെ പരിസരത്തുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ അവിടെ പൂജാ സാധനങ്ങളും അല്ലെങ്കിൽ കഴിക്കാനുള്ള സ്നാക്സ്, ഗ്ലൗസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ. റഷ് ആക്ച്വലി ഇത് നോർമൽ റഷാണ്. ഇനിയിപ്പോൾ ക്രിസ്മസ് ടൈം ആകുമ്പോഴത്തേനും നല്ല റഷായിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ക്രിസ്മസിന് മുമ്പാണ് പോയത്. പിന്നെ ഞാൻ അവിടെ ക്യൂവിൽ നിന്ന് അകത്തോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. ഒരു പരിധിവരെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ. ഇതിപ്പോൾ അവരെടുത്ത വീഡിയോ ഞാൻ ഇതിനകത്തോട്ട് കൊലാജ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സൈഡിൽ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അകത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒന്ന് താന്ന് കുനിഞ്ഞിട്ടൊക്കെ വേണം കേട്ടോ പോകാനായിട്ട്. പിന്നെ മുട്ടൂത്തി നിന്നിട്ട് വേണം പ്രാർത്ഥിക്കാനായിട്ട് അതിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ അലഞ്ഞിരിഞ്ഞ് നടന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞു. നമ്മൾ ഹഡിമ്പേന്ന് പുറത്തിറങ്ങുമ്പോഴത്തേനും അവിടെ എന്തോ ഒരു പ്രതിഷ്ഠയായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ പോയത് മാൾ സ്ട്രീറ്റിൻ്റെ അടുത്തായിട്ടുള്ള ടൗൺ ഹൗസിലോട്ടാണ്. ടൗൺ ഹൗസിൽ പോയി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഫുഡ് കഴിച്ചിട്ട് മാൾ റോഡ് പോയി. മാൾ റോഡ് ഒരു മൊനാസ്ട്രി പോയി. പിന്നെ അവിടെ ഒരു ടിബറ്റൻ സ്ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ പോയിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോവാണ്. ആക്ച്വലി ഇന്ന് നമ്മൾ കുറേ സ്ഥലത്ത് പോയി ചുമ്മാ ലോക്കൽ സൈറ്റ് സീയിങ്ങിനൊക്കെ പോയി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ വന്നപ്പോഴും ലേറ്റായി. ആൻഡ് ചെറിയ കുറച്ച് വീഡിയോസ് തന്നെ എടുത്തിട്ടുള്ളൂ. ഭയങ്കര തണുപ്പാണ് ഗൈസ്. സോ നമുക്ക് ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ഇതിപ്പോൾ ഡേ 2 രാവിലെ എണീറ്റു. സെയിം വ്യൂ ആണ്. ഇന്നലെ ഏകദേശം ഈ ഒരു ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാൻ റീച്ച് ആയത്. സോ സെയിം വ്യൂ തന്നെയാണ് ഇന്നും. അപ്പം ഞാൻ ഇനിയിപ്പോൾ റെഡി ആവണം. റെഡി ആയിട്ട് ഇന്നിനിപ്പോൾ നമ്മൾ കോക്സാർ, അറ്റൽ ടവർ അങ്ങനെ നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഏരിയയിലോട്ട്, നമ്മുടെ സ്നോ ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഏരിയാസിലോട്ട് പോവാണ്. അങ്ങനെ ഞാനിപ്പോൾ മാൾ റോഡിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഇന്ന് പോകുന്നത് സ്നോ മൗണ്ടനിലോട്ടാണ്. കുറച്ച് സ്നോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ക്യാബ് മാൾ റോഡിൽ നിന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോകുന്ന ഒരു ഷോപ്പിൽ പോകുന്നു. ഷൂട്ടും കാര്യങ്ങളൊക്കെ റെൻറ്റിന് എടുക്കണം. കാരണം കംപ്ലീറ്റ് കവേർഡ് ആയിട്ടുള്ള വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷൂട്ട്സ് വേണം നമ്മൾക്ക് റെൻറ്റിന് കിട്ടും കേട്ടോ അവിടെ. അപ്പോൾ അത് മേടിച്ചിട്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഹൈ ആയിട്ടുള്ള ബൂട്ട്സ്, അതുപോലെ ഗ്ലൗസ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലൗസ്, മാസ്ക് ഒക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് ദെൻ ക്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാം കംപ്ലീറ്റ് സെറ്റായിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടിയിൽ കയറി. അപ്പോൾ എനിക്ക് ബസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ആ 3 പേരിൽ 2 പേര് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ BRKയും കുട്ടുവാണ് കേട്ടോ. നമ്മൾ ആക്ടിവിറ്റീസ് ബുക്ക് ചെയ്ത സമയത്ത് അതിൻ്റെ കൂടെ സിപ്പ് ലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പെയറായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റുള്ളൂ, പെയറായിട്ടേ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം എൻ്റെ കൂടെ വരുന്നത് നിഖിലാണ്. സിപ്പ് ലൈൻ ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ക്യാബിൽ കയറി നേരെ ചെന്നിട്ട് അതേ ഇപ്പം അറ്റൽ ടണൽ എത്തി. നമ്മുടെ വേൾഡിലെ ലാർജസ്റ്റ് ടണൽസിൽ ഒന്നായ അറ്റൽ ടണലിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് ക്രോസ് ചെയ്യാനായിട്ട് ഏകദേശം 10 to 15 to 20 minutes ആയി എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആക്ച്വലി കുറച്ച് സമയം വീഡിയോ എടുത്തിട്ട് പിന്നെ സ്റ്റോറേജ് കംപ്ലീറ്റ് ആവുമല്ലോ, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് പാർട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മൾ ടണൽ എൻഡ് ചെയ്തിട്ട് നേരെ കയറുമ്പോൾ തന്നെ നമുക്ക് മഞ്ഞുമലകൾ കാണാനായിട്ട് സാധിക്കും. എൻ്റെ പൊന്നു മോനെ, ഫുൾ അപ്പുറം ഇപ്പുറം ഒക്കെ മഞ്ഞുമലയാണ്. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് കണ്ണൊക്കെ ആകെപ്പാടെ കുളിർന്നു പോയി. ഞാൻ ആക്ച്വലി കരയണോ ചിരിക്കണോ എന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. അപ്പം ഞങ്ങളങ്ങനെ മഞ്ഞൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മുടെ കോക്സാറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
transport, guys. ഗൈസ്, ഈ നടന്നു വരുന്ന 3 എണ്ണത്തിനെയാണ് എനിക്ക് നല്ല ബസ്സിൽ വെച്ച് കളഞ്ഞു കിട്ടിയത്. ഒന്ന് വിനയ്, ഒന്ന് നിഖിൽ, ഒന്ന് രാഹുൽ. സോ ഞങ്ങളതേ ഉള്ളിലോട്ട് പോയി. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം മാഗി കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാഗി കഴിക്കാനായിട്ട് പോവാണ്. വന്നു, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ കഴിക്കാൻ പോണേ? മാഗി കഴിക്കാൻ പോവാണ് ഗൈസ്. അവിടെ നിന്ന് രാശരീരി മാഗി കഴിക്കാനായിട്ട് പോവാണ്. ഗൈസ്, എൻ്റെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. ഐ ആം സോ ഹാപ്പി, വെരി 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 റിയലി വെരി ഹാപ്പി. അങ്ങനെ മാഗിയും ചായയൊക്കെ കുടിച്ച് ഞങ്ങളുടെ എനർജിയൊക്കെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ VTV എടുക്കാനായിട്ട് പോയി. VTV അല്ലേ? മൗണ്ടൻ ബൈക്സ്. നമ്മൾ ഐശ്വര്യമായിട്ട് VTV എടുത്തു. അപ്പം മൗണ്ടൻ ബൈക്ക് എടുത്ത് ഒരു റൗണ്ട് പോയി വന്നിട്ട് ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി സിംഗിളായിട്ടല്ല, ഡബിളായിട്ടേ നമുക്ക് അതിലും കയറാനായിട്ട് പറ്റുന്നുണ്ടായുള്ളൂ. അപ്പം നമ്മൾ മൗണ്ടൻ ബൈക്കിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സൈഡിൽ ഫോട്ടോസും സംഭവങ്ങളും ഇടാം, അല്ലാതെ വേറെ ആരും വീഡിയോസ് എടുത്തില്ല ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലോട്ട് കിടന്നു. പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്ഥിരം കുൽസിത പ്രവർത്തികൾ ഇവിടെ ആരംഭിക്കുകയായിരുന്നു. കൈയൊക്കെ പറ്റില്ല ഷാർക്ക. ചത്ത് 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 ചത്ത്.
ഒന്നുകൂടെ മാൾ റോഡിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ മേടിക്കാനായിട്ട് പോവാണ്. എൻ്റെ ട്രൈപോഡ് പോയി. അപ്പോൾ ട്രൈപോഡ് മേടിക്കണം. സോ നമുക്ക് നോക്കാം. അപ്പോൾ ക്യാബ് ആക്ച്വലി അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് എന്നെ മാൾ റോഡ് ഡ്രോപ്പ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത്. തണുത്തിട്ടൊരു രക്ഷയില്ല. അങ്ങനെ എൻ്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡ് മേടിച്ച് റൂമിലോട്ട് എത്തി. കഷ്ടപ്പെട്ടൊന്ന് കുളിക്കണം, എന്നിട്ട് ബാക്കി പരിപാടിയൊക്കെ. സോ ഇതാണ് ഞാൻ സ്റ്റേ ചെയ്യുന്ന മണാലി ട്രൈബ്സ് എന്ന് പറയുന്ന ഹോം സ്റ്റേ. ഇവിടുത്തെ എൻ്റെ അവസാനത്തെ ദിവസമാണ്. നാളെ കാലത്ത് ഞാൻ തോഷിലോട്ട് യാത്ര തിരിക്കും. കൽക്ക തോഷ് അവിടെയാണ് നാളത്തെ സ്റ്റേ. സോ നാളെ കാലത്ത് ഇറങ്ങണം. അപ്പം ഇവിടെ ഭയങ്കര രസമായിരുന്നു ആക്ച്വലി ഈ 2 ദിവസം. അപ്പം ഫസ്റ്റ് 2 days എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്ത 2 ദിവസമായിരുന്നു. ആക്ച്വലി നെക്സ്റ്റ് ഡേയ്സ് ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ കീപ് വാച്ചിങ് ആൻഡ് part 3 is coming soon.